ഹലോ. അങ്ങനെ സ്വർഗവാസൽ കണ്ടിരിക്കുകയാണ്. RJ ബാലാജി നായകനായി റിലീസായ ഏറ്റവും പുതിയ ചിത്രം. അപ്പോൾ ഈ പടത്തിന്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരുപാട് മലയാളം ക്യാരക്ടേഴ്സ് ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ഒരുപാട് മലയാളം ആക്ടേഴ്സാണ്. അപ്പോൾ ഈ പടം തുടക്കം മുതൽ ഒടുക്കം വരെ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഗംഭീരമായ ഒരു പടം തന്നെയായിരുന്നു സ്വർഗവാസൽ. ആദ്യം തന്നെ പറയാം, ഇതൊരു സ്ലോ പേസ് ആയിട്ടുള്ള ഒരു പടമാണ്, പക്ഷേ നമുക്കൊരു വർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റൈറ്റിംഗ് തന്നെയായിരുന്നു ഈ പടം. ആ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആർക്കെന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത് നല്ല ഹൈ ആണ്. അത് അവർ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയേണ്ടതിൻ്റെ അത് സെൽവരാഘവൻ, പിന്നെ ലീഡ് റോളുകൾ ചെയ്തിരിക്കുന്ന എല്ലാവരും പേരറിയത്തില്ല, എല്ലാവരും അടിപൊളിയായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ പെർഫോമൻസ് ആണ് അവരെല്ലാവരും ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ബാലാജി, പുള്ളിയുടെ വേറൊരു ഡയമെൻഷനിൽ പുള്ളിയെ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പടത്തിൽ വെച്ച് ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എമോഷണലി എടുത്തു പറയേണ്ട എമോഷണൽ സീൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിമനോഹരമായി ഗംഭീരമായിട്ട് തന്നെ പുള്ളി അത് കൈകാര്യം ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മ്യൂസിക്, ക്രിസ്റ്റോ സേവിയർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അടിപൊളിയായിട്ട് നല്ല കിഡിലായിട്ട് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് നല്ല സ്ലോ ആയിട്ടാണ് വന്നത്. എന്നിരുന്നാലും നമ്മളെ ബോറടിപ്പിക്കത്തില്ല, നല്ല എൻഗേജിങ് ആണ്. നമുക്ക് സ്റ്റോറി നല്ല എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കാത്ത തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നല്ല പവർ സെക്കൻഡ് ഹാഫാണ്. ഇത് പടം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാകുമ്പോൾ അവിടെ പ്രതീക്ഷിക്കാതെ നടക്കുന്ന കുറെ സംഭവങ്ങളെല്ലാം പെട്ടുപോയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് ഈ പടം കഥ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സ്, അത് എല്ലാവർക്കും ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. കാരണം ഇതൊരു റിയൽ ഇവന്റ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ തരണമെന്നില്ല. പേഴ്സണലി എനിക്ക് പടം ഇഷ്ടമായി. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പം അത്രേ ഉള്ളൂ സ്വർഗവാസം.